യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരിക്കുന്നു. നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. നീ എനിക്ക് തന്നതെല്ലാം എൻ്റെ പക്കൽ നിന്ന് നിന്റെ പക്കൽ തന്നെ നിന്ന് ആകുന്നുവെന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അവർ അത് കൈക്കൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് സത്യമായിട്ട് അറിഞ്ഞു. നീ എന്നെ അയച്ചുവെന്ന് വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിനു വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റേത് എല്ലാം നിൻ്റേതും നിൻ്റേതും എൻ്റേതുമാകുന്നു. ഞാൻ അവയിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അവരെ സൂക്ഷിച്ച് തിരുവഴുത്തിൽ നിവർത്തി വരുത്തേണ്ടതിന് ആ നാശയോഗ്യമല്ലാത്ത അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല.